ഹായ് സുഹൃത്തുക്കളെ, ഇന്നൊരു വെറൈറ്റി വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഫാബ്രിക്കേറ്റർമാർ പല ആളുകളും ബോക്സ് അടിക്കുന്ന രീതി പല രൂപത്തിൽ അടിക്കാറുണ്ടല്ലോ. നമ്മൾ ഒന്നരക്കൊന്നുകൊണ്ട് ക്ലീറ്റ് വെച്ചുകാണ്ട് ഓൾറൗണ്ട് ക്ലീറ്റ് വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒന്നുക്കൊന്നുകൊണ്ട് സിംഗിൾ സൈഡും ഡബിൾ സൈഡും വെച്ചുകാണ്ട് 3 വേ കോർണറും 2 വേ കോർണറും വെച്ചുകാണ്ട് ചെയ്യാറുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ ഗൾഫിൽ ഷീറ്റ് ഇട്ടുകാണ്ട് ക്ലീറ്റ് വെച്ചുകാണ്ട് ആ രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതി കേട്ടോ. ഇത് അറിയുന്ന ആളുകൾ ഉണ്ടാവും, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രൂപപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഇതൊരു ഹൈറ്റ് പീസാണ്. നമ്മളിപ്പോൾ ഗൾഫിൽ എന്ത് ചെയ്യുക, അതേപോലെ ഷീറ്റ് സാധാരണ പോലെ ഗൾഫിൽ ഷീറ്റ് ഇട്ടുകാണ്ട് ചെയ്യുക. അത് കാഴ്ചയുള്ള ഭാഗമാണെങ്കിൽ ഉള്ളിലും പുറത്തും ഷീറ്റ് ഇടുക. സാധാരണ ബോക്സ് പല ആളുകളും ചെയ്യുന്നത് പോലെ, ചില ആളുകൾ ചെയ്യാറുണ്ടല്ലോ ഇതുപോലെ രണ്ട് സൈഡിൽ ഗൾഫ് വെച്ചുകാണ്ട് ചെയ്യുന്ന രീതിയിൽ ഇത് അതുപോലെ ഷീറ്റ് ഇടാം. കാഴ്ചയുള്ള ഭാഗമാണെങ്കിൽ അകത്തും പുറത്തും ഷീറ്റ് ഇടാം. അതുപോലെ സിലിക്കോൺ അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഉള്ളിലും പുറത്തും സിലിക്കോൺ അടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. മാക്സിമം അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടുക അതാണ് കേട്ടോ. ഇതുപോലെ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തുള്ള ഹൈറ്റും എന്ത് ചെയ്യുക, ഗൾഫിൽ വെച്ചുകാണ്ട് ഷീറ്റ് വെച്ചുകാണ്ട് കൂട്ടോ. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റിവേറ്റ് അടിക്കുമ്പോൾ ക്രോസ് പീസുമിൽ റിവേറ്റ് അടിക്കുമ്പോൾ 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റിട്ട് വേണം റിവേറ്റ് അടിക്കാൻ. അതിനുശേഷം കിച്ചൺ സിംഗിൾ സൈഡ് KC സെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ലിപ്പ്, സിംഗിൾ ലിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ആ ഒരു സെക്ഷനിൽ കോർണർ ഇട്ട് ഓൾറൗണ്ട് കൂട്ടിയതിൻ്റെ ശേഷം ഇത് അടിയിലും ടോപ്പിലേക്കുള്ള പീസാണ് കേട്ടോ. അടിയിലും ടോപ്പിലും വരുന്ന പീസ് ഇതുപോലെ ഓൾറൗണ്ട് കൂട്ടിയിട്ട് ഷീറ്റ് ഇട്ടിക്കാണ്ട് എന്ത് ചെയ്യാം, റിവേറ്റ് ഇത് അടിച്ചിക്കാണ്ട് ചെയ്യട്ടോ. ഇത് തന്നെ ഇനിയിപ്പോൾ ഒന്നരക്കൊന്നിലും ഒക്കെ ഇടട്ടോ. ഒന്നരക്കൊന്ന് ഇതേമാതിരി ലിപ്പുള്ള സെക്ഷനിലും ഒക്കെ ഇടാം. ഞാൻ ഒന്നൊക്കൊന്നാണ് യൂസ് ചെയ്യാറ്. ഇതുപോലെ ഓൾറൗണ്ട് കൂട്ടുക. ലിപ്പുള്ളതിൽ യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. മറ്റാകുമ്പോൾ നമ്മൾ ഈ ഷീറ്റിന്റെ എഡ്ജ് കണ്ടുകൊണ്ടിരിക്കും. എഡ്ജ് കാണാതെക്കാനാണ് ഈ ഒരു രീതിയിൽ കൂട്ടുന്നുണ്ട്. അല്ല നമ്മൾ ഒന്നരക്കൊന്നിൽ വെച്ചുകാണ്ട് വെറും കൂട്ടിക്കാണെങ്കിൽ ഷീറ്റ് പുറത്തടിക്കുമ്പോൾ പിന്നെ അതിന് എക്സ്ട്രാ ചാനൽ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ അതില്ലാതെക്കാനാണ് ഇതുപോലെ ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം ഇതുപോലെ 532 ബിറ്റ് ഇട്ടിക്കാണ്ട് രണ്ട് സൈഡിൽ ഫ്രീ ഹോൾ അടിക്കട്ടോ. രണ്ട് സൈഡിൽ ക്രോസ് പീസിൽ വരുന്ന ചെറിയ ഭാഗത്ത് വരുന്നതിന് ഫ്രീ ഹോള് അടിച്ച് ഫയൽ ഇത് സെറ്റാക്കി വെക്കുന്നവർക്ക് വേണ്ടിയുള്ളത് പ്രത്യേകം ഞാൻ പറയുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അറിയുന്ന ആളുകളുണ്ടാവും, പല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു രീതിയാണ്. അപ്പൊ അത് ഒന്ന് പരിചയപ്പെടുത്താന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രത്യേകം തന്നെ പറയാണ്. കാരണം ഇത് നമ്മൾ കമന്റ് ബോക്സിൽ പല ആളുകളും വന്നിക്കാണ്ട്, ഇൻബോക്സിന് വന്നിക്കാണ്ട് എന്നോട് പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്തിനാ അങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അറിയാത്തവര് എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി. അറിയാത്തവർ കണ്ടാൽ മതി, അറിയുന്നവർ കാണണമെന്നില്ല. അപ്പം പിന്നെ അതുപോലെ നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ഹൈറ്റ് പീസ് ഇത് പാൻട്രി പോലത്തെ ഒരു ബോക്സ് ആണ് കേട്ടോ. ഹൈറ്റ് വെർട്ടിക്കൽ വരുന്ന ഒരു ബോക്സ് ആണ്. അതുകൊണ്ടാണ് ഹൈറ്റ് എത്ര ഇതിൽ വരുന്നത് കേട്ടോ, കൂടുതൽ വരുന്നത്. അപ്പൊ അടിയിലും മുകളിൽ ഹൈറ്റ് പീസിന്റെ മുകളിൽ ടോപ്പിൽ ഹൈറ്റ് പീസാണ് നമ്മൾ ഗൾഫിൽ ഷീറ്റ് ഇട്ടത്. അതിന്റെ മുകളിൽ നമ്മൾ ക്രോസ് പീസ് ടോപ്പും ബോട്ടും വെച്ച് ഒന്നിക്കൊന്നുകൊണ്ട് കൂട്ടിയ ബോക്സ് എന്ത് ചെയ്യാം, ഈ സ്ക്രൂ ചെയ്യട്ടോ. അത് സ്ക്രൂ ചെയ്യുന്നത് നമ്മൾ കോർണർ ടു കോർണർ ചെയ്യാണ്. കോർണർ ടു കോർണർ എന്തായാലും ചെയ്യണം. കാരണം ഒന്നിക്കൊന്നിന്റെ കോർണറിൽ നിന്ന് ഗൾഫിന്റെ കോർണറിലേക്ക് സ്ക്രൂ കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ വെക്കാം. പിന്നെ അതിന്റെ അടിയിൽ സിലിക്കോണും പാട് അടിച്ചാൽ കുറച്ചും കൂടി സ്ട്രോങ് ആവട്ടോ. പിന്നെ ഒരു വേറെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, കുറച്ചൊരു ഹെവി സെക്ഷൻ തന്നെ യൂസ് ചെയ്തിക്കാണ്ട് വേണം ചെയ്യാൻ. കുറച്ചൊരു കനം കൂടിയ സെക്ഷൻ വെച്ചിക്കാണ്ട് തന്നെ ചെയ്യണം. കാരണം കുറഞ്ഞ സെക്ഷൻ വെച്ചിക്കാണ്ട് ഒരിക്കലും ഈ ഒരു രീതിയിൽ ചെയ്യരുത്. പിന്നെ അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ബ്ലാക്ക് സ്ക്രൂ കൊടുക്കാൻ കാരണം കോർണർ ടു കോർണർ ആയതുകൊണ്ടാണ് ബ്ലാക്ക് സ്ക്രൂ കൊടുത്തത്. മറ്റേ ബ്ലാക്ക് സ്ക്രൂ കൊടുത്താലും കുഴപ്പമില്ല. ഹെവി സെക്ഷൻ ആകുമ്പോൾ കോർണർ ടു കോർണർ മറ്റേ ബ്ലാക്ക് കൊടുത്താലും എന്തില്ല, വലിയ വിഷയം വരില്ല. മറ്റേ മെറ്റൽ സ്ക്രൂ ചെയ്താലും കുഴപ്പമില്ല. ആ രീതിയിൽ ഇത് ചെയ്യട്ടോ. അപ്പൊ പല ആളുകളും പറയും ഇത് സ്ട്രോങ് കുറവാണെന്നൊക്കെ പറയും. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വൃത്തിയും കാര്യങ്ങളും പ്രത്യേക വൃത്തി തന്നെയാണ്. കാരണം നമ്മൾ മറ്റുള്ളത് ചെയ്യുന്ന പോലല്ല. ഇത് നമ്മൾ ക്ലീറ്റ് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഇപ്പുറത്ത് വേറൊരു പീസ് വെക്കണം. പീസ് വെക്കുമ്പോൾ ഷീറ്റിന്റെ എഡ്ജ് ഭാഗങ്ങൾ എവിടെയും നമുക്ക് എന്താവില്ല, കാണൂല. എല്ലാം ഷീറ്റൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോകും. അത്ര വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ ഈ രീതിയിൽ ചെയ്ത ബോക്സിന്റെ ഫോട്ടോസ് അവസാനം ഞാൻ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് വെക്കട്ടോ.
പിന്നെ ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക, ഹൈറ്റിൽ മുകളിൽ ടോപ്പ് പീസ് വെച്ചതിന് ശേഷം ഇതുപോലെ എന്ത് ചെയ്യുക, സ്ക്രൂ ചെയ്തിക്കാണ്ട് നിർത്തട്ടോ. പിന്നെ ബാക്കി ഇങ്ങനെ തട്ടടിക്കണൊക്കെ ഇതുപോലെ 2 ഭാഗത്തും 4 ഭാഗവും കൂട്ടുക. 4 ഭാഗം കൂട്ടി കഴിഞ്ഞാൽ തന്നെ ഇതെന്തായി അവിടെ നിന്ന്. പിന്നെ നമ്മൾ അടിക്കേണ്ടതിന് തട്ട് ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഇടയിൽ ഒരു തട്ട് എന്ത് ചെയ്യുക, അടിക്കണമല്ലോ. ആ തട്ട് നമ്മൾ ഈ ഒന്നുക്കൊന്നുകൊണ്ട് തന്നെ അടിക്കാം. അത് നമ്മൾ കൂട്ടുന്നതിന്റെ മുന്നേ തന്നെ ഒന്നുക്കൊന്ന് കൂട്ടാതെ അത് അടിക്കണം കേട്ടോ. ഇതുപോലെ ഇപ്പം കൂട്ടി വെച്ച ഇതാണ്. കഴിഞ്ഞ അടുത്ത് നമുക്ക് തട്ടടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് തട്ടടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഉള്ളളവ് കൊടുത്ത് ഡെപ്തും വിഡ്ത്തും കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് ചെയ്യട്ടോ. ഇതിപ്പോ ഞാൻ ഈ ഇൻസെർട്ടിൽ കാണുന്ന പോലത്തെ വെർട്ടിക്കൽ ബോക്സ് ആയതുകൊണ്ടാണ് ഗൾഫിന്റെ മുകളിൽ ഡിവൈഡർ വരുന്നത് കേട്ടോ. നമ്മൾ നേരെ മറിച്ച് ഹൊറിസോണിലാണ് സാധാരണ ബോക്സ് അടിക്കുന്ന ഹൊറിസോണിലാണല്ലോ കിച്ചണിൽ. അതുപോലത്തെ ഡിവൈഡർ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിന്റെ മുകളിലാണ് ഡിവൈഡർ വരട്ടോ. ഈ ഡീര് കട്ട് ചെയ്ത പീസ് ഡീരിൻ്റെ ഭാഗം റിവേറ്റ് അടിച്ചുകൊണ്ട് പിടിപ്പിക്കുക. 2 ഭാഗത്തും എന്താ ചെയ്യുക, രണ്ട് റിവേറ്റ് അടിച്ചുകൊണ്ട് പിടിപ്പിക്കണം കേട്ടോ. അതുപോലെ തന്നെ 2 ഭാഗത്തും ഒരു ഹൈറ്റിലാണ് നമ്മളിപ്പം മറ്റേ വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ ഹൈറ്റിൽ പിടിപ്പിക്കുക. ഹൊറിസോണലാണെന്നുണ്ടെങ്കിൽ ക്രോസ് വരുന്ന ഇതിൽ ഒന്നിക്കൊന്നിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ പീസ് പിടിപ്പിക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഡെപ്ത് പീസാണ് അത് പിടിപ്പിച്ചത്. ഇനി വിടുത്ത് ഇപ്പം ഹൊറിസോണലാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസായിരിക്കും, പിന്നെ വെർട്ടിക്കലാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസായിരിക്കും, ഹൊറിസോണലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൈറ്റ് പീസായിരിക്കും. ഈ ഒരു വെക്കുന്ന ഒരു പീസ് ഇട്ട് വരിക. ഇത് ഈ ഒരു രീതിയിൽ നമ്മളെന്ത് ചെയ്യുക, അത് വെച്ചതിന് ശേഷം അത് റിവേറ്റ് അടിക്കുക. അപ്പോൾ അത് സെൻറ്റർ എന്താവും, അപ്പം തന്നെ ഒരുവിധം അത് തമ്മിൽ സ്ട്രോങ് ആയിട്ട് മാറും. അത് നമ്മൾ ഈ തട്ട് ഒരു ഡിവൈഡർ വെക്കുമ്പോൾ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് മാറും കേട്ടോ. അതിന് ശേഷം ഈ ഷീറ്റ് ഇട്ടോ. ഷീറ്റ് ഇടുമ്പോൾ സിലിക്കോൺ അടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഷീറ്റ് കയറ്റിട്ടോ. ഷീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മറ്റേ ക്രോസ് പീസും വെച്ചതിന് ശേഷം റിവേറ്റ് അടിക്കുക. റിവേറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിൽ റിവേറ്റ് സൈഡിൽ കാഴ്ചയില്ലാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, മറ്റേ ഡെപ്ത് പീസുമിലേക്ക് റിവേറ്റും പാടെ ഒന്ന് അടിച്ചു കൊടുക്കട്ടും. ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ ബാക്കിൽ ഷീറ്റ് അടിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ബാക്കിൽ ഷീറ്റ് അടിക്കാതെ ഈ ഒരു രീതിയിൽ ചെയ്യരുത്. ബാക്കിൽ ഷീറ്റ് അടിക്കുമ്പോഴാണ് ഇതിനൊരു കുട്ടിപ്പിടുത്തം സ്ട്രോങ്ങും ഉണ്ടാവുക. സിലിക്കോൺ അടിച്ചിട്ട് ഈ ബാക്കിൽ ഷീറ്റ് അടിക്കുക. പല ആളുകളും ചോദിക്കുക അതൊരു അധിക ചിലവല്ലേ, അതെന്തിനാണ് നിൽക്കും. ഇപ്പം മാർക്കറ്റിൽ കുറഞ്ഞ ഷീറ്റ് അവൈലബിൾ ആണ്. ആ ഷീറ്റ് വെച്ചിക്കാണ്ട് നമ്മളെന്ത് അടിച്ച് കഴിഞ്ഞാണെങ്കിൽ ഏത് രീതിയിൽ ബോക്സ് ഉണ്ടാക്കിയാലും ബാക്കിൽ നമ്മൾ ഷീറ്റ് അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിനൊരു സ്ട്രോങ് തന്നെയാണ്. പിന്നെ അതുപോലെ ചെയ്യാം. അപ്പം പല ആളുകളും ഇനി ഇതിൽ കമൻറ്റിൽ വരും, അതിലധിക ചിലവാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ, മറ്റു ചിലക്കാൻ ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ള രീതിയിൽ ചോദിക്കും. അത് അങ്ങനെ ഉണ്ടാക്കണവർ അങ്ങനെ ഉണ്ടാക്കട്ടോ. ഈ രീതിയിൽ സിലിക്കോൺ അടിച്ചിട്ട് ഡിവൈഡറിൻ്റെ മുകളിലും അതേമാതിരി എല്ലാ ഇതിലും എന്ത് ചെയ്യുക, വെച്ചതിന് ശേഷം റിവേറ്റോ അല്ലെങ്കിൽ സ്ക്രൂ ചെയ്തിക്കാണ്ട് കൗണ്ടർ ചെയ്തിക്കാണ്ട് സ്ക്രൂ ചെയ്യുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ റിവേറ്റ് അടിച്ചാലും മതി. അങ്ങനെ വെച്ച് ആ ഒരു രീതിയിൽ റിവേറ്റ് അടിച്ച് ചെയ്യട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു ഭാഗം റിവേറ്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്യുക. അത് എന്ത് ചെയ്യുക, അത് അതിൻ്റെ ക്രോങ്കുത്ത് ലെവലാക്കി വെച്ചതിന് ശേഷം ബാക്കി റിവേറ്റ് അടിച്ചെടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ അടിച്ചിക്കാണെന്നുണ്ടെങ്കിൽ ബോക്സിന് കോങ്കുത്ത് വരും. അപ്പോൾ കോങ്കുത്ത് വരാതെക്കാൻ വേണ്ടിക്കാണ്ട് ഈ ഒരു രൂപത്തിൽ ലെവൽ വെച്ചതിന് ശേഷം 4 ഭാഗത്തും ആദ്യം ഓരോ റിവേറ്റ് കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ ആ ചെയ്ത ബോക്സ് കേട്ടോ. ചെയ്ത ബോക്സ് അതാണ്. ഇപ്പോൾ ബാക്കിൽ ഷീറ്റ് അടിച്ചിക്കാണ്ട് ഇപ്പോൾ സെറ്റാക്കി ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ ഡിവൈഡർ ബാക്കി വരുന്ന ഭാഗങ്ങൾ തട്ടുകളാണ് വരുന്നത് കേട്ടോ. ഡിവൈഡർ നമ്മളൊന്നേ വെച്ചിട്ടുള്ളൂ. വെർട്ടിക്കൽ ബോക്സ് ആയതുകൊണ്ടാണ് ഈ രൂപത്തിൽ. ഹൊറിസോണൽ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല, ഒരു നേരെ വിലങ്ങ് വെക്കും. ഞാനിതിൻ്റെ വെർട്ടിക്കൽ ചെയ്ത ബോക്സും ഹൊറിസോണൽ ചെയ്ത ബോക്സിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു നോക്കട്ടോ. ഓക്കെ.